Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ ഡേ 14ന്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ വിഷ്വൽ ബേസിക് VB.NET. ഓക്കെ, നിങ്ങൾക്ക് അറിയുമായിരിക്കും ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് കോയർ ബോർഡിലേക്കുള്ള പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 2022 നടത്തിയിട്ടുള്ള എക്സാമിൽ നിന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2022 നോട്ടിഫിക്കേഷൻ ആണെന്ന് തോന്നുന്നു. 2023 പരീക്ഷ നടത്തിയത്. അതും വെറും 2 years ബാക്ക് ആണ് ഈ എക്സാം നടത്തിയിട്ടുള്ളത് കേട്ടോ. സോ ഇതിനകത്ത് VB ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രിസൈസ്ലി സെയിങ് അറൌണ്ട് 10 questions were from VB only. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, where does the visual basic message box function belong within the namespace hierarchy? Right answer is option C, Microsoft Visual Basic Interaction. Visual Basic അതായത് VB.NET എന്ന് പറയുമ്പോൾ അതിനകത്തെ ഒരു ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന മെസ്സേജ് ബോക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ ബേസിക് ഡോട്ട് ഇന്ററാക്ഷൻ എന്ന് പറയുന്ന നെയിം സ്പേസിന്റെ ഭാഗമാണ്. ഈ ഫംഗ്ഷൻ, ഈ മെസ്സേജ് ബോക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു മെസ്സേജ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് യൂസർക്ക് കാണിക്കുന്ന വഴി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബട്ടൺസും ഐക്കൺസും ഒക്കെ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എക്സാമ്പിൾ അടക്കം നമ്മൾ നമ്മുടെ മെറ്റീരിയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഐ റെക്കമെൻഡ് യു ടു റീഡ് ദ മെറ്റീരിയൽ. ഓക്കെ, ഇനി മറ്റ് ഓപ്ഷൻസ് സിസ്റ്റം ഡോട്ട് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ കളക്ഷൻസ് ലൈക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ അറേസ്, ഡിക്ഷണറീസ്, അതുമായിട്ട് റിലേറ്റഡ് ആണ് ഈ സിസ്റ്റം ഡോട്ട് കളക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റം ഡോട്ട് വിൻഡോസ് ഡോട്ട് ഫോംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ബോക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഓപ്ഷൻ ബിക്ക് അകത്തല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ ഒരു നെയിം സ്പേസ് ഉണ്ടല്ലോ, ഏത് സിസ്റ്റം ഡോട്ട് വിൻഡോ ഡോട്ട് ഫോംസ് എന്ന് പറയുന്നത്, അതിനകത്ത് വരുന്ന ഒരു മെത്തേഡ് ഉണ്ട്, മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അത് ഇങ്ങനെയാണ് എഴുതുക, മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ എന്നും പറഞ്ഞിട്ടാണ് എഴുതുക, അല്ലാതെ MSG ബോക്സ് ഡോട്ട് ഷോ എന്നല്ല. ഓക്കെ, ഇത് നമ്മൾ വിൻഡോസ് ഫോംസ് ആപ്ലിക്കേഷൻസിലാണ് ബേസിക്കലി ഈ മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ആൻസർ ആവാൻ പറ്റില്ല. ദെൻ ഫൈനലി മൈക്രോസോഫ്റ്റ് .NET ഡോട്ട് ഇന്ററാക്ഷൻ, ഇതൊരു വാലിഡ് ആയിട്ടുള്ള നെയിം സ്പേസ് പോലും അല്ല VB.NET-ലെ. ഓക്കെ, now let's move to the next question. In Visual Basic .NET, which category of types minimizes memory overhead and maximizes speed of access? The right answer is option A, value types. Visual Basic .NET-നകത്ത് value types മെമ്മറി ഓവർഹെഡ് മിനിമൈസ് ചെയ്യും, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ആക്സസ് മാക്സിമൈസ് ചെയ്യും. കാരണം ദേ ആർ സ്റ്റോർഡ് ഡയറക്ട്ലി ഓൺ ദ സ്റ്റാക്ക് റാദർ ദാൻ ഹീപ്പ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് സ്റ്റാക്കിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഹീപ്പിനകത്തല്ല. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ബാക്കി ഓപ്ഷൻസ് ആൻസർ ആവാത്തത് എന്നും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. VB.NET എല്ലാവർക്കും ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ ഭാഗത്ത് നിന്ന് കോഡിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസി ആയിരിക്കും. റിമൈനിങ് പീപ്പിൾ, ഐ സജസ്റ്റ് യു ടു ഗോ ത്രൂ ദ സ്റ്റഡി മെറ്റീരിയൽ വി പ്രിപ്പയർഡ്. ആൻസർ കീ വി പ്രിപ്പയർഡ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which keyword is used to write comments in Visual Basic .NET that will not be considered by the compiler? യൂഷ്വലി നമ്മൾ അപ്പോസ്ട്രഫി യൂസ് ചെയ്തിട്ടാണ് VB.NET-നകത്ത് കമന്റ് എഴുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ REM, റിമാർക്ക് കീവേഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ബി യൂസ് ചെയ്തിട്ടും കമന്റ് എഴുതാവുന്നതാണ്. പക്ഷെ REM കീവേഡ് എന്ന് പറഞ്ഞത് ബേസിക്കിന്റെ ഓൾഡർ വേർഷൻസിലാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് അപ്പോസ്ട്രോഫി ആണ്. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കമന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് VB.NET-ൽ യൂസ് ചെയ്യുന്നത്. നേരത്തെ ബേസിക്കിനകത്ത് ഉണ്ടായിരുന്നതാണ് REM എന്ന് പറയുന്നതും. പക്ഷെ ഇതിപ്പോ VB.NET-ൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ഫങ്ഷണലി ഈക്വലന്റ് ടു യൂസിങ് ദിസ് അപ്പോസ്ട്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിലെ റൈറ്റ് ആൻസർ ബി ആണ്. ഓക്കെ, now let's move to the next question. How can you declare a variable of type integer using identifier type character in Visual Basic .NET? Right answer is option C, dim %of. ഏതാണ് നമുക്ക് ഇന്റിജർ യൂസിങ് ടൈപ്പ് ഐഡന്റിഫയർ ക്യാരക്ടർ ഇൻ വിഷ്വൽ ബേസിക്. വിഷ്വൽ ബേസിക് .NET-നകത്ത് ഐഡന്റിഫയർ ടൈപ്പ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സഫിക്സസ് ആണ്. അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യാണ് ചെയ്യുന്നത് വിത്തൗട്ട് യൂസിങ് ദ
ആസ് കീവേഡ്, യൂഷ്വലി ആസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡേറ്റ ടൈപ്പും ഓരോ വേരിയബിൾ ഏത് ഡേറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഐഡന്റിഫൈ ടൈപ്പ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പെർസെന്റേജ് സൈൻ ഉണ്ടല്ലോ, ഇതാണ് ഐഡന്റിഫയർ ടൈപ്പ് ക്യാരക്ടർ ഫോർ ഇന്റിജർ. അപ്പൊ ഞാൻ dim l പെർസെന്റേജ് എന്ന് പറയുമ്പോൾ l എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ്ലി ഒരു ഇന്റിജർ ആണ്. ഇനി സേ l പെർസെന്റേജ് കഴിഞ്ഞിട്ട് ഞാൻ ഈക്വൽ ടു ഒരു 100 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാം l എന്ന് പറയുന്ന ഇന്റിജർ 100 എന്ന് പറയുന്ന വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇതൊരു ലെഗസി ഫീച്ചർ ആണ്. ബേസിക് ഉൾപ്പെടെയുള്ള ഓൾഡർ വേർഷൻസിലൊക്കെ ഉണ്ടായിരുന്ന. മോഡേൺ VB.NETൽ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. മോഡേൺ VB.NETൽ നമ്മൾ യൂസ് ചെയ്യുന്നത് dim l ആസ് ഇന്റിജർ. അതിന് ഈക്വലന്റ് ആണ് ഈ dim l പെർസെന്റേജ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടില്ലേ dim l ആസ് ഇന്റിജർ ടൈപ്പ്. ടൈപ്പ് ആക്ച്വലി ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഇത് റോങ് ആയിട്ട് വന്നത്. ഇന്റിജറിന് മാത്രമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പിന്നെ dim l ഡോളർ എന്ന് പറയുമ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. നമുക്ക് വേരിയബിൾ ടൈപ്പ് ഇന്റിജർ ആയിരിക്കണമെന്ന് തന്നിട്ടുണ്ട്. ഈ ഡോളർ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ടൈപ്പ് ഫോർ സ്ട്രിങ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി dim l ഫുൾ കോളൻ ഇന്റിജർ, നമ്മൾ ആക്ച്വലി ഈ പറയുന്ന ഫുൾ കോളൻ യൂസ് ചെയ്യുന്നത് ഇത് ഇൻകറക്റ്റ് സിന്റാക്സ് ആണ്. ഈ സെമിക്കോളൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാച്ചാല് ഫോർ സെപ്പറേറ്റിംഗ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വൺ ലൈൻ, നോട്ട് ഫോർ ടൈപ്പ് ഡിക്ലറേഷൻ. Okay, I hope you got the point. So let's move to the next question. What principle is used to order the items in the stack data structure in Visual Basic.NET? ഇതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് തന്നെ. അത് തന്നെയാണ് എന്തിനു യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ VB.NETലെ സ്റ്റാക്ക് ഡേറ്റ സ്ട്രക്ചർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനകത്തേക്ക് വരുന്ന ഐറ്റംസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് LIFO തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്റ്റാക്ക് ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഐറ്റം ആഡ് ചെയ്യുന്നത്, അതായത് പുഷ് ചെയ്യുന്നത്, സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യുന്ന ലാസ്റ്റ് ഐറ്റം ആയിരിക്കും ഫസ്റ്റ് വൺ ടു ബി റിമൂവ്ഡ്, അതായത് പോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് പോലെയാണ് ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത് തന്നെ, ഡേറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അതായത് ലാസ്റ്റ് പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ടോപ്പിൽ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതായിരിക്കും ഫസ്റ്റ് തന്നെ റിമൂവ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ഐറ്റം ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. പിന്നെ പോപ്പ് പഠിച്ചിട്ടുണ്ട്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് റിമൂവ് ചെയ്യുക. പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ ടോപ്പ് വിതൗട്ട് റിമൂവിങ് ഐറ്റം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് VB.NETൽ ഒരു സ്റ്റാക്ക് എഴുതുന്നത് എന്നുള്ള എക്സാമ്പിൾ ഒക്കെ നമ്മൾ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡു റീഡ് ദോസ് കെയർഫുള്ളി. Now let's move to the next question. Which function is used to convert string to numerical value in Visual Basic? And the answer is option C, val. വിഷ്വൽ ബേസിക്കില് വാൽ ഫംഗ്ഷൻ ആണ് ഒരു സ്ട്രിംഗ് വാല്യൂവിനെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുക വെച്ചാൽ ന്യൂമറിക് ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യും ഫ്രം ദ ബിഗിനിങ് ഓഫ് എ സ്ട്രിംഗ് ആൻഡ് റിട്ടേൺസ് എ നമ്പർ. ഇനി റിമൈനിങ് ഫംഗ്ഷൻസ് നോക്കൂ. പാസിന്റെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ VB.NETൽ ഇല്ല, അത് ജാവാസ്ക്രിപ്റ്റിനകത്താണ് ഉള്ളത്. പിന്നെ ഇന്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഓപ്ഷൻ ബിയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കൺവേർട്സ് എ നമ്പർ ടു ആൻ ഇന്റിജർ ബൈ റിമൂവിംഗ് ഡെസിമൽ പാർട്ട് ബട്ട് ഡസ് നോട്ട് കൺവേർട്ട് സ്ട്രിംഗ് ടു എ നമ്പർ. നമ്മുടെ ആൻസർ അല്ല. സി സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ കൺവേർട്സ് എ നമ്പർ ടു സ്ട്രിംഗ്. നമുക്ക് എന്താ വേണ്ടത്, സ്ട്രിംഗ് ടു ന്യൂമറിക്കൽ വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദിസ് ഇസ് നോട്ട് അവർ ആൻസർ. ഓക്കെ, let's jump to the next question. How can allocate an array of a specific type using the new keyword in Visual Basic.NET? വേറൊന്നുമില്ല, dim numbers എല്ലാത്തിലും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആസ് ഇന്റിജർ. ഓക്കെ, നമ്പേഴ്സ് എല്ലാത്തിലും ഇതുവരെയുള്ളത് കറക്റ്റ് ആണ്, എല്ലാത്തിലും ഈക്വൽ ടു കറക്റ്റ്. നെക്സ്റ്റ് ന്യൂ അറേ അല്ല. സോ ദിസ് cannot be the answer, this cannot be the answer. Then new then എന്താ വേണ്ടത്, ഏതാണ് ടൈപ്പ് വെച്ചാല് അത് പറയണം. ഇവിടെ എന്താ ചെയ്തിട്ടുള്ള അറേ ഇന്റിജർ എന്ന് കൊടുത്തു. സോ ദിസ് ഇസ് റോങ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അതായത് dim numbers of as integer numbers is equal to new integer of എത്ര സൈസ് വെച്ച് അത് പറയാ, അത് കഴിഞ്ഞ് കേർലി ബ്രേസസ് കൊടുക്കുക.
VB.NET-നകത്ത് നമ്മൾ dim സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് അറേസ് ഡിക്ലെയർ ചെയ്യുന്നത്. ന്യൂ കീവേഡ് ആണ് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് സിന്റാക്സ് ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിക്ലറേഷനും പോസിബിൾ ആണ്. അതായത് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. dim നമ്പേഴ്സ് 4 അല്ലേ നമ്മുടെ അറേ സൈസ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് ഓഫ് ആസ് ഇന്റിജർ. ഞാൻ നമ്പേഴ്സ് ഇവിടെ കൊടുക്കുന്നില്ല. ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ കൊടുക്കാം? ന്യൂ ഇന്റിജർ സെയിം ആണ് ഓഫ് then curly bracesൽ ഞാൻ എന്ത് പറയാണ്? 10, 20, 30, 40, 50 ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. അപ്പൊ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ കൊടുത്തിട്ടുള്ള വാല്യൂസിന്റെ ബേസിസിൽ ഈ അറേയുടെ സൈസ് ഡിറ്റർമിൻ ചെയ്യും. VB.NET അറേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കീ പോയിന്റ്സ് ഉണ്ട്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീറോ ബേസ്ഡ് ഇൻഡെക്സിങ്. അറേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ 0-ലായിരിക്കും. അതായത് സപ്പോസ് നമ്മളിപ്പം ന്യൂ ഇന്റിജർ ഓഫ് 4 എന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എൻ അറേ ഓഫ് 5 എലമെന്റ്സ്. അപ്പൊ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 to 4 ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് അറേസ്. ഡൈനാമിക് അറേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് dim നമ്പേഴ്സ് ആസ്, ഇവിടെ പാരാന്തസിസ് ഉണ്ട്, ആസ് ഇന്റിജർ പറയാം. ദെൻ റീഡിങ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറേന്റെ പേരാണ് കേട്ടോ, ഓഫ് 4. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന അറേനകത്ത് 5 എലമെന്റ്സ് കാണും. അതായത് അതിന്റെ ഇൻഡെക്സ് 0 to 4 വരെ അങ്ങനെയായിരിക്കും ഇൻഡെക്സിങ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് അറേസ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേസ് ആണ്. മൾട്ടി ഡയമെൻഷണൽ അറേസ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് എന്താണ് വരുന്നത്? ശരിക്കും മെട്രിക്സിന്റെ കോൺസെപ്റ്റ് ആണ് വരുന്നത്. മൾട്ടി ഡയമെൻഷണൽ അറേസ് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് dim നമ്മുടെ വേരിയബിൾ ഏതാണ് ആ നെയിം കൊടുക്കുക. സെയിം മെട്രിക്സ് തന്നെ നമുക്ക് കൊടുക്കാം. മെട്രിക്സ് ഓഫ് 2/3 ഓർഡറിലുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ആണ് വേണ്ടത് നമുക്ക്. ഇന്റിജർ വാല്യൂസ് ആണ് ഞാൻ ഇതിനകത്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഇനി ഫർദർ നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ഇറ്റ്. So let's jump to the next question. How can local declarations store data in Visual Basic .NET Programming? VB.NET പ്രോഗ്രാമിങ്ങിനകത്ത് എങ്ങനെയാണ് ലോക്കൽ ഡിക്ലറേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. VB.NET-നകത്ത് ലോക്കൽ ഡിക്ലറേഷൻസ് കോൺസ്റ്റന്റ് ആയിട്ടും അതുപോലെ തന്നെ വേരിയബിൾ ആയിട്ടും ഈ 2 ടൈപ്പ് ഡേറ്റയായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോൺസ്റ്റന്റ് ഡേറ്റ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കോൺസ്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ കോൺസ്റ്റ് കീവേഡ് കോൺസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യാനാണല്ലോ യൂസ് ചെയ്യുന്നത്. ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യലൈസേഷന് ശേഷം അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സേ കോൺസ്റ്റ്, ഇതിന്റെ എക്സാമ്പിൾ ആണ് കോൺസ്റ്റ് പൈ ആസ് ഡബിൾ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഡബിൾ ഇസ് ഈക്വൽ ടു 3.14159. അങ്ങനെയാണെങ്കിൽ പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എല്ലായ്പ്പോഴും 3.14159 എന്നുള്ള വാല്യൂ കീപ്പ് ചെയ്യും. ഓക്കെ, കോൺസ്റ്റൻസ് ഡിക്ലറേഷൻ ടൈമിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലേറ്റർ ഇൻ പ്രോഗ്രാം നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ടോ മോഡിഫൈ ചെയ്യാനായിട്ടോ സാധിക്കില്ല. ഈ 2 പോയിന്റ്സ് ഓർത്ത് വെക്കണേ. പിന്നെ അടുത്തത് വേരിയബിൾ ഡേറ്റ എങ്ങനെയാ സ്റ്റോർ ചെയ്യുക വെച്ചാല് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. dim യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത്രയും നേരം dim ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ലോക്കൽ വേരിയബിൾസ് നമ്മൾ dim യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഈ വേരിയബിൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നേരത്തെ വന്നത് കോൺസ്റ്റന്റ് ഡേറ്റയുടെ കാര്യമായിരുന്നു. വേരിയബിൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് dim ആണ് വരുന്നത്. dim കീവേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രൊസീജിയറിനകത്ത് ലോക്കൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. എന്നാലും ലെറ്റ്സ് സീ വൺ മോർ എക്സാമ്പിൾ. സേ dim ഏജ് ആസ് ഇന്റിജർ.
ഇൻറ്റിജർ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 25 എന്നുള്ള വാല്യൂ ആയിട്ട് ഏജിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഡിം വേരിയബിൾ ആ ഏതൊരു പ്രൊസീജിയറിനകത്താണോ കൊടുക്കുന്നത് ആ പ്രൊസീജിയർ റൺ ചെയ്യുന്നിടത്തോളം സമയം എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തവണയും ഈ പറയുന്ന ഇപ്പൊ ഏജ് എന്ന് പറയുന്നത് 25 ആണ് കൊടുത്തത് വെച്ചാൽ ഓരോ തവണയും 25 വെച്ചിട്ട് ആ പ്രൊസീജിയർ എപ്പോഴൊക്കെ ഇൻവോക്ക് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ റീഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേരിയബിൾസ് കൊടുക്കുമ്പോൾ പെർസിസ്റ്റന്റ് വേരിയബിൾ, അതായത് സ്റ്റാറ്റിക് വേരിയബിൾസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്റ്റാറ്റിക് കീവേഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വേരിയബിളിന്റെ വാല്യൂ ഒരു പ്രൊസീജിയർ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്താലും ഇൻവോക്ക് ചെയ്താലും റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് സ്റ്റാറ്റിക് വേരിയബിൾസിന്റെ പ്രത്യേകത. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാറ്റിക് കൗണ്ടർ ആസ് integer is equal to 0 ഇങ്ങനെ കൊടുത്തെന്ന് വിചാരിക്കുക. ഈ കൗണ്ടർ ഞാനൊരു പ്രൊസീജിയറിനകത്ത് കൗണ്ടറിന്റെ വാല്യൂ 1 ആയി, ദെൻ 2 ആയി, 3 ആയി. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് ആ പ്രൊസീജിയർ കോൾ ചെയ്താൽ ലാസ്റ്റ് ടൈം എത്രയായിരുന്നോ കൗണ്ടറിന്റെ വാല്യൂ, ആ വാല്യൂ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഈ സ്റ്റാറ്റിക് എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് VB.NET സാധിക്കും. ഈ സ്റ്റാറ്റിക് വേരിയബിൾസ് നമ്മൾ ഒറ്റ തവണ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യുള്ളൂ. ആൻഡ് പ്ലീസ് റിമെമ്പർ ദാറ്റ് ദ വാല്യൂസ് പെർസിസ്റ്റ് ബിറ്റ്വീൻ ഫംഗ്ഷൻ കോൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നൗ ലെറ്റ്സ് ഗോ ടു ദ ഗിവൺ ഓപ്ഷൻസ് ഹിയർ. ആൻഡ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ വന്നിട്ടുള്ളത്, ഹൗ ക്യാൻ ലോക്കൽ ഡിക്ലറേഷൻ സ്റ്റോർ ഡേറ്റ ഇൻ VB.NET പ്രോഗ്രാമിംഗ്, എങ്ങനെയാണ് ലോക്കൽ ഡിക്ലറേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ ആൻസർ ഏതാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് കോൺസ്റ്റന്റ് ഡേറ്റ യൂസിങ് സ്റ്റാറ്റിക് കീവേഡ് ആൻഡ് വേരിയബിൾ ഡേറ്റ യൂസിങ് കോൺസ്റ്റ് കീവേഡ്. കോൺസ്റ്റന്റ് ഡേറ്റ യൂസിങ് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടും വേരിയബിൾ ഡേറ്റ എന്ന് പറയുന്നത് കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടും. ഇപ്പൊ നമ്മൾ പഠിച്ചത് അതല്ലല്ലോ, തെറ്റല്ലേ ഈ പറയുന്നത്. ഇനി കോൺസ്റ്റന്റ് ഡേറ്റ ആണെങ്കിൽ കോൺസ്റ്റ് കീവേഡ് യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഡേറ്റ ആണെങ്കിൽ നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം, ഡിമ്മും സ്റ്റാറ്റിക്കും യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് ഓപ്ഷനിൽ എന്താണ് പറയുന്നത്, ഓൺലി യൂസിങ് ഡിം കീവേഡ് ഫോർ വേരിയബിൾ ഡേറ്റ. അല്ല, സ്റ്റാറ്റിക് കീവേഡും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓൺലി യൂസിങ് സ്റ്റാറ്റിക് കീവേഡ് ഫോർ വേരിയബിൾ ഡേറ്റ അല്ല, വേണമെങ്കിൽ ഡിം കീവേഡും യൂസ് ചെയ്യാം വേരിയബിൾ ഡേറ്റയ്ക്ക്. ബോത്ത് കോൺസ്റ്റന്റ് ഡേറ്റ യൂസിങ് കോൺസ്റ്റ് കീവേഡ്, അത് കറക്റ്റ് ആണ് അല്ലേ. ആൻഡ് വേരിയബിൾ ഡേറ്റ യൂസിങ് the dim or static keyword. Correct alle? So the right answer is option D. I hope you got the point. Let's move to the next question. Which looping construct is most commonly used to iterate through each element or subscript of an array or collection in VB.NET? VB.NET most commonly use ചെയ്തിട്ടുള്ള ലൂപ്പിംഗ് കൺസ്ട്രക്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് നെക്സ്റ്റ് തന്നിട്ടുണ്ട്, ഡു ലൂപ്പ് തന്നിട്ടുണ്ട്, വൈൽ വെന്റ് തന്നിട്ടുണ്ട്, ഫോർ നെക്സ്റ്റ് തന്നിട്ടുണ്ട്. See, the right answer is option A, for each next. Arrays അല്ലെങ്കിൽ കളക്ഷൻസ് വരുമ്പോൾ അതിൽ ഐറ്ററേറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് for each next ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം ഇറ്റ് ഐറ്ററേറ്റ്സ് ഓവർ ഈച്ച് ഐറ്റം ഇൻ ആൻ അറേ ഓർ കളക്ഷൻ. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്, വിത്തൗട്ട് നീഡിങ് ആൻഡ് ഇൻഡെക്സ് ഇല്ലാതെ തന്നെ ഓരോ ഐറ്റവും ഐറ്ററേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഫോർ ഈച്ച് നെക്സ്റ്റിനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ അത് സേഫർ ആണ്, ഈസിയർ ആണ്. ഏത് കേസിലാണ്? നമ്പർ ഓഫ് എലമെന്റ്സ് അൺനോൺ ആവുന്ന കേസിൽ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഇറ്റ് ഓട്ടോമാറ്റിക്കലി റിട്രീവ്സ് എലമെന്റ്സ് ഫ്രം കളക്ഷൻസ്, അറേസ്, ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറീസ്. നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കി നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. സേ dim numbers as integer of. അപ്പൊ ഇത് ആക്ച്വലി ഒരു അറേ ആണ്, 5 എലമെന്റ്സ് വരുന്നുണ്ട്. സോ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 വരെ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ കൊടുക്കുന്നു ഫോർ ഈച്ച്. നിങ്ങളിത് ശ്രദ്ധിച്ചേക്കണേ, കേസ് സെൻസിറ്റീവ് ആണ്. ഫോർ ഈച്ച് നം ആസ് integer in ആണ്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്, ശ്രദ്ധിക്കണം. ഇൻ ഏതാണ് നമ്മുടെ അറേന്റെ പേര്? നമ്പേഴ്സ്. എന്ത് ചെയ്യാണ് ഞാൻ? ജസ്റ്റ് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് കൺസോളിനകത്ത് കേട്ടോ. കൺസോൾ ഡോട്ട് റൈറ്റ് എൽ എൻ അല്ല, സോറി, റൈറ്റ് ലൈൻ ഓഫ് നം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നെക്സ്റ്റും കൂടെ വരുന്നുണ്ട് അല്ലേ.
ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള അറയിലെ ഓരോ എലമെന്റ്സും നെക്സ്റ്റ് ലൈനിലായിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് വരും. ദിസ് ഈസ് ഹൗ ഫോർ ഈച്ച് നെക്സ്റ്റ് വർക്ക്സ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള ഓരോ ലൂപ്പിനെ കുറിച്ചും നമ്മുടെ മെറ്റീരിയലിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ റെക്കമെൻഡ് യു ടു റീഡ് ഇറ്റ്. Now let's move to the next question. In VB.NET, which access modifier is used to define a type that is accessible within the program in which it is declared? Okay, നമുക്ക് VB.NET-നകത്തുള്ള മോഡിഫയേഴ്സും അതിൻ്റെ സ്കോപ്പ് ഓഫ് ആക്സസിബിലിറ്റിയും ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക്. പബ്ലിക് ഈസ് ആക്സസിബിൾ ഫ്രം എനിവേർ. അത് പ്രോഗ്രാമിനകത്തു നിന്നായിക്കോട്ടെ പുറത്തു നിന്നായിക്കോട്ടെ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസിബിൾ ആണ്. ഇത് പബ്ലിക്. ദെൻ പബ്ലിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ്. ഇതെന്ന് പറയുന്നത് ഓൺലി വിത്തിൻ സെയിം ക്ലാസ് ഓർ മൊഡ്യൂൾ. പബ്ലിക്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താ? ഡിഫൈൻ എ ടൈപ്പ് ദാറ്റ് ഈസ് ആക്സസിബിൾ ഫ്രം within the program in which it is declared എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. Then third one എന്ന് പറയുന്നത് protected. Only within the same class and its child classes. അതായത് derived ക്ലാസ്സസും കൂടെ ആക്സസിബിൾ ആണ്. ഓക്കെ, ഇത് പ്രൊട്ടക്റ്റഡ്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ആക്സസ് മോഡിഫയർ VB.NET-ലുണ്ട്. ഇതെന്ന് പറയുന്നത് ആക്സസിബിൾ വിത്തിൻ ദ സെയിം അസംബ്ലി. അസംബ്ലി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്രൊജക്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് നോട്ട് ഫ്രം അനദർ അസംബ്ലി. മറ്റൊരു പ്രൊജക്റ്റിൽ നിന്ന് ആക്സസിബിൾ അല്ല. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ട്, ആക്സസ് മോഡിഫയർ ഉണ്ട്. ഓക്കെ, ഇങ്ങേരെന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ഫ്രണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ആക്സസിബിൾ വിതിൻ ദ സെയിം അസംബ്ലി ആൻഡ് ഡിറൈവ്ഡ് ക്ലാസ്സസ്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. നമുക്ക് എന്താ അറിയേണ്ടത്? ഏത് ആക്സസ് മോഡിഫയർ ആണ് VB.NET-ലെ ഏത് ആക്സസ് മോഡിഫയർ ആണ് എന്തിനു വേണ്ടിയിട്ട് to define a type that is accessible from within the program in which it is declared എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാവേ. ആദ്യത്തത് പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ പ്രോഗ്രാം. സോ ദിസ് കനോട്ട് ബി അവർ ആൻസർ. ദെൻ പ്രൈവറ്റ്. അത് ആൻസർ ആവാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇറ്റ് റെസ്ട്രിക്ട്സ് ആക്സസ് ഓൺലി വിത്തിൻ ദ സെയിം ക്ലാസ് ഓർ മൊഡ്യൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ഏതാ? പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അലോസ് ആക്സസ് ഓൺലി ഇൻ ഡിറൈവ്ഡ് ഓർ ചൈൽഡ് ക്ലാസസ്, നോട്ട് വിത്തിൻ ദ എൻറ്റയർ പ്രോഗ്രാം. എൻറ്റയർ പ്രോഗ്രാമിലും ആക്സസിബിൾ ആവണമെങ്കിൽ ഏതായിരിക്കണം? ഫ്രണ്ട് ആയിരിക്കണം ആക്സസ് മോഡിഫയർ. ആൻഡ് ദാറ്റ് ഈസ് അവർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇത്രയാണ് നമുക്ക് VB.NET എന്ന് ഈ ഒരു എക്സാമിൽ കോയർ ബോർഡിലേക്കുള്ള പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐ പ്രിഫർ, അൺലെസ് യു ആർ നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ദിസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പ്ലീസ് ഡു സ്കിപ്പ് ഇറ്റ്. 10 മാർക്സ് പോയത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, ബാക്കി 90 മാർക്സിനുള്ള കണ്ടന്റ്സ് ഈസിലി നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇൻ കേസ് VB.NET-ൽ നിങ്ങൾ എക്സ്പെർട്ട് ആണെങ്കിൽ ഓക്കെ, യു ക്യാൻ അറ്റംപ്റ്റ്. others can try to attempt, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവ് അടിക്കാതെ നോക്കണം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈസി ആയി, അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണെങ്കിലും ഈസി ആയി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Here I am signing off, your study partner Click. Stay focused on what really matters.